നമസ്കാരം പ്രിയ സ്നേഹിതരെ, NRI ഫ്രം ജംഗിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ടൗണിൽ വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സാധാരണ കാർ എടുത്തിട്ടാണ് പോക്ക്. ഇന്ന് KSRTCയിൽ പോകാമെന്നുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് കാറ് ഇവിടെ ഇട്ടു. എന്നിട്ട് നടന്ന് ബസ് സ്റ്റോപ്പിൽ പോയി KSRTCക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം എത്തുന്നു. നമ്മുടെ റൂട്ടിലേക്ക് ശരിക്കും 2 ബസ്സുകളാണുള്ളത്. ഇതിപ്പോൾ മാനന്തവാടിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ നിന്ന്, ഇപ്പോൾ നമുക്കുള്ള ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് വരും. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ബസ് വരുന്നുണ്ട്. മാനന്തവാടിക്കുള്ള നമ്മുടെ ബസ് വരുന്നുണ്ട്. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് ബസ്സിന്. ആനപ്പാറ മാനന്തവാടിയാണ് ബസ്. നമുക്ക് ബസ്സിലേക്ക് കയറാം. ബസ്സിലേക്ക് കയറി. ഇത് നമ്മുടെ ബസ്സിൽ കയറിയിട്ടുള്ള യാത്രയാണ്. എന്നിട്ട് ഉച്ച സമയം ആയതുകൊണ്ട് അധികം തിരക്കില്ല. സാധാരണ ഓഫീസ് ബസ്സിന് സ്കൂളിൻ്റെ ടൈമിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ശരിക്കും KSRTC യാത്ര പോകുമ്പോൾ ഈ സൈഡിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് KSRTCയിലുള്ള യാത്ര ശരിക്കും ഒരു നൊസ്റ്റാൾജിക്കാണ്. പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടി കൂടുമായിരുന്നു. റോഡ് എന്തായാലും നല്ല അടിപൊളി റോഡാണ്. അങ്ങനെ വലിയ വണ്ടികളൊക്കെ ഓടിച്ചുകൊണ്ട് ഈ വളഞ്ഞ വഴി കൂടെ പോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ പോകുന്നത്. മുമ്പത്തെ സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചൊരു അടിപൊളി കാഴ്ചയാണ്. പക്ഷെ അവിടെ മുമ്പത്തെ സീറ്റ് കിട്ടിയില്ല. ഇവിടെ ഒരു ബസ് വളവ് പോലത്തെ വളവാണ്. കുറച്ച് ഇവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞാൽ മാനന്തവാടി മൈസൂർ റോഡിലോട്ട് പോയി കയറും. അത് സ്റ്റേറ്റ് ഹൈവേ ആണ്. ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ എന്ന് ശരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു 2 കിലോമീറ്റർ. ഇപ്പോൾ നമ്മൾ ശരിക്കും മുണ്ടങ്ങാടി എന്ന സ്ഥലത്തേക്ക് എത്തുന്നു. മുണ്ടങ്ങാടി സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും എത്തുന്ന സ്റ്റേറ്റ് ഹൈവേയിലേക്ക് കയറുന്നത്. ഇപ്പോൾ മുമ്പിൽ കാണുന്ന റോഡാണ് സ്റ്റേറ്റ് ഹൈവേ. ഇവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് വലതുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ മാനന്തവാടി, ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഈ കാണുന്ന ചേട്ടനൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള താമസിക്കുന്നതാണ്. സ്റ്റോപ്പുകളൊക്കെ തൊട്ടടുത്താണ്. മെയിനായിട്ട് ആൾക്കാരുടെ സൗകര്യാർത്ഥമാണ് ഇവിടുത്തെ സ്റ്റോപ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഇറങ്ങുന്നു. ഇത് ബസ്സിൻ്റെ പുറകിലേക്കുള്ള വ്യൂ ആണ് കാണുന്നത്. ഉച്ചസമയം ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ റോഡിൽ. ഇവിടെ മെയിനായിട്ടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇടകലർന്നു. ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലാണ്, മുസ്ലിം ഹോസ്പിറ്റൽ. ഇവിടെ പിന്നെ ആൾക്കാരുടെ സൗകര്യാർത്ഥം സ്റ്റോപ്പില്ലാത്ത സ്ഥലത്താണെങ്കിലും ചില സമയങ്ങളിൽ നിർത്തിക്കൊടുക്കും. എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യമെങ്കിലും KSRTCയിൽ കയറാൻ പറ്റും. ഇപ്പോൾ ടൗൺ ഏരിയ അടുത്ത് തുടങ്ങി. അതാണിപ്പോൾ ഓരോരോ വർക്ക്ഷോപ്പുകൾ, പെട്രോൾ പമ്പ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുന്നു. നമ്മൾ ഏകദേശം ടൗണിലേക്ക് എത്തും. ടൗണിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വണ്ടിയും പാർക്ക് ചെയ്ത്. ഇതിപ്പോൾ എൻ്റെ സുഹൃത്ത് വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ബസ് ഇപ്പം ഇവിടെയും നിർത്തും, ബസ് സ്റ്റാൻഡിൽ നിർത്തും. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് സാധാരണ പോകില്ല, നമ്മൾ ഇവിടെ ഇറങ്ങും. ഈ റോഡ് മൈസൂർ റോഡാണ്, മൈസൂർ റോഡ് സ്റ്റോപ്പ്. ഇവിടെ ഇറങ്ങും ബസ് സ്റ്റോപ്പ്. ആളുകളൊക്കെ ഇറങ്ങാൻ വേണ്ടി റെഡിയാവുന്നു. ഞാനും മെല്ലെ ഇറങ്ങാൻ വേണ്ടി റെഡിയാവട്ടെ.
നമ്മൾ അങ്ങനെ മെല്ലെ ഇറങ്ങുവാണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മളിപ്പോൾ വന്നിറങ്ങിയിരിക്കുന്നത് മാനന്തവാടി മൈസൂർ റോഡ്. ഈ കാണുന്നതാണ് നമ്മൾ വന്ന ബസ്. അങ്ങനെ നമ്മൾ മാനന്തവാടി ടൗണിൽ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇന്ന് മെയിനായിട്ട് ചെറിയ ചെറിയ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഈ കാണുന്ന വെയിറ്റ് ഷോപ്പില്ലേ, ലൈക്ക ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ അങ്ങോട്ട് പോകുന്ന ബസ്സൊക്കെ നിർത്തുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇറങ്ങാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്കിന്ന് ബാങ്കിൽ പോകണം. പിന്നെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തിനെ കാണണം. അങ്ങനെയുള്ള കുറച്ച് ആവശ്യങ്ങളായിട്ട് ഇറങ്ങിയാക്കുന്നത്. ബാങ്ക് ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബാങ്കാണ്. ഇതെന്ന് പറഞ്ഞാൽ KSRTCയുടെ റിപ്പയറിങ് ബസ്സാണ് ഇപ്പോൾ. ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ ബാങ്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഒന്ന് ബാങ്കിൽ കയറിയിട്ട് വരട്ടെ. ബാങ്കിൽ കയറിയിട്ട് ഇറങ്ങി, പക്ഷെ നമ്മൾ വന്ന കാര്യം നടന്നില്ല. ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകാമെന്ന് വെച്ചു. ഫ്രണ്ടിനെ ഒന്ന് വിളിച്ച് നോക്കണം എവിടെ ഉള്ളതെന്ന്. ഇന്നത്തെ പരിപാടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഉള്ളത്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോ വിളിച്ചു. നമ്മുടെ ദുബായ് മോഡൽ മറ്റേ വണ്ടി പോട്ടെ എന്നിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാണല്ലോ നമ്മൾ പോക്കേ ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ വന്ന ബസ് തിരിച്ചു പോകുന്നത് നമ്മൾ പക്ഷേ ആ റൂട്ടിലേക്കല്ല, വേറെ വഴിക്കാണ്. അപ്പോൾ ഓട്ടോയിലുള്ള പോക്ക് അടിപൊളിയാണ് കേട്ടോ. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സംഭവത്തിലേ അടിപൊളി സെറ്റ്. അച്ഛൻ്റെ വണ്ടിയിലാണ് നമ്മൾ കയറിയത്. അതിവിടെ മാനന്തവാടി തന്നെ ഉള്ളതാണ്. ചേട്ടാ ഇവിടെ വലതുവശത്തേക്ക് നിർത്തിയാൽ മതിയേ. അല്ല ഇവിടെ നിർത്താനും. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ചേട്ടനെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം എത്തി. നമ്മുടെ സ്ഥലം വെച്ചാൽ നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറയാൻ കേട്ടോ. ആളുടെ പേര് അജയാണ്. അജയ്. ബസ്സുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. കൽപ്പറ്റ, മാനന്തവാടി, കൊയിലേരി, കമ്പളക്കാട്, പനമരം. എടാ ഞാൻ ഇവിടെ ചെറ്റപ്പാലം ഉണ്ട് അജയ്. ചായക്കടയിലേക്ക്. ഓക്കെ ഇതേ വരുന്നു. അജയ് ഞങ്ങളുടെ ജീപ്പാണ് കിടക്കുന്നത്. ഇവിടെ കയറി ഭയങ്കര റിലാക്സേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സുഹൃത്ത് അജയ്. എന്താ നീ തല്ലാൻ പോവാണ്? ഇത് നമ്മുടെ അങ്കിൾ കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അങ്കിളും. ഫ്രണ്ടിൻ്റെ അങ്കിൾ നമ്മുടെ സുഹൃത്താട്ടോ. നമ്മൾ അവരുടെ കൂടെ ഒരു സ്ഥലം വരെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഇന്നൊരു സ്ഥലം വരെ പോകണം. എങ്ങോട്ടേക്കാണെന്നറിയില്ല. ഇവർ 2 പേരും പോകുന്നു, അവരുടെ കൂടെ ഞാനും പോകുന്നു. ഇത് നമ്മുടെ അങ്കിള് ജെയിംസ് അങ്കിള്. ഇത് നമ്മുടെ ചെങ്ക് സുഹൃത്ത് അജയ്. അവൻ്റെ വീഡിയോ ഇട്ട് അവൻ എന്നെ തല്ലുവെന്നൊക്കെയുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവൻ്റെ വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അജയൻ്റെ അങ്കിളിനെയും കൂടെ ജീപ്പിൽ കയറിയതാണ്. ഇവരെന്നെ കുറേ സ്ഥലങ്ങളിൽ കൂടെ കറക്കി. ലാസ്റ്റ് അജയൻ്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ അജയ് എന്നെ വീട്ടിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണ്. എന്നാൽ പിന്നെ ഇങ്ങനെയുള്ള വേറൊരു അടിപൊളിയായ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.